കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങളായിട്ടോ. ശിവമോളും ഋഷവും പോവാണ് അമ്മേൻ്റെ വീട്ടിലേക്ക്. ശിവേൻ്റെ ഫസ്റ്റ് യാത്രയായിട്ടോ. ഒരു ജനിച്ചിട്ട് ആദ്യമായിട്ട് അങ്ങോട്ട്. ഇപ്പം ഞാനിതാ പാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഇത്രയൊക്കെ പറ്റിയുള്ളൂ. കുറേ എന്തെല്ലോ സാധനം വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് വേണം പോവാൻ. ഋഷവ് ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ പിന്നെ വെക്കേഷൻ ക്ലാസ്സിനാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്കേറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് മൂപ്പര്. അപ്പോൾ ഈ പാക്കിംഗ് ഒക്കെ ഞാനൊന്ന് സെറ്റാക്കി വെക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാം. രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ലേറ്റായി. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് സുവേനെ എടുത്ത് വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് ഇതാ കാറിൽ പോകുന്നത് മാത്രമേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെത്തിയേക്കുമ്പം അതിൻ്റെ മുന്നിൽ ലോകത്തെത്തി. അതും കഴിഞ്ഞ് വേഗം എന്താ സ്റ്റേഷനിലെത്തി. ലാസ്റ്റ് മിനിറ്റ് എത്തുമ്പോഴാണ് എത്തിയതെങ്കിലും ഓക്കെ ആയിരുന്നു. വന്ദേ ഭാരതിലാട്ടോ യാത്ര. അപ്പോൾ എന്താ ഇതെനിക്ക് അനിയത്തി കേട്ടോ വീഡിയോ എടുത്ത് തന്നത്. ഇപ്പോൾ അതാ ഞങ്ങൾ കയറി ഒന്ന് സെറ്റായി. ശിവ നല്ല ഉറക്കത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മൂപ്പരെ ട്രെയിനൊന്നും കണ്ടില്ല. ഇപ്പോൾ അതാ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടുണ്ട്. ഋഷവ് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ നോക്കുക എന്താണ് അതിൻ്റെ ഉള്ളിൽ. ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഉപ്പുമാവായിരുന്നു. പിന്നെ അത് ഇഷ്ടപ്പെട്ടത് ആകെ ഒരു വടയാണ്. മൂപ്പർ അതും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അടുത്ത കഥ പറയാം കേട്ടോ. അങ്ങനെ കുറച്ച് ട്രെയിൻ കൗതുകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ശിവ ഉണർന്നാലോ എന്നുള്ള പ്ലാനിലേക്ക് എത്തിയത്. ശിവ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് മൂപ്പർ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഋഷി പിന്നെ ഓൾറെഡി ട്രാവൽ ചെയ്തത് കൊണ്ട് ഓനത് വലിയൊരു എക്സൈറ്റ്മെന്റ് അല്ല, പോകുന്ന സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. അതും ഈ പറഞ്ഞ പോലെ മിസ് ഔട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനായില്ല. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളൊരു 3:30 എത്തുന്നത്. അവിടുന്ന് ഒരു ഊബർ വിളിച്ച് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ശിവ അന്നേരവും നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗര കാഴ്ചകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താനായി. ഇത് ശരിക്കും ഒരു കൊല്ലത്തിന് ശേഷമുള്ള യാത്രയാട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചേഞ്ച് ശിവേനേക്കാളും കൂടുതൽ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നത്. ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളതാണ് അടുത്തിൻ്റെ വിശേഷം. എന്താ ഇവിടെ വീടെത്താനായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ശിവക്കുട്ടി ഉണരവും കരച്ചിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി വീഡിയോ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കൺഫ്യൂഷനിലായി ഞാനും. മൂപ്പര് നല്ല കരച്ചിലാണ്. മൂപ്പര കരച്ചിൽ കാരണം ബാക്കി വീഡിയോ അവിടെ എത്തിയിട്ടുള്ളത് എനിക്ക് എടുക്കാനായിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ വന്ന് കൂടെ വാങ്ങിയതിന് ശേഷം കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇതാട്ടോ എൻ്റെ വീട്. അങ്ങനെ ഇവിടെയും അച്ഛൻ വന്ന് വാങ്ങിയതിന് ശേഷമുള്ളതാട്ടത്. മൂപ്പര് നല്ല കരച്ചിലാണ്. അമ്മയുണ്ട് ഓടിയിട്ട്. ഫസ്റ്റ് വരുന്നത് കൊണ്ട് മധുരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തേൻ എന്തോ എടുക്കാൻ പോയതാണ്. അതും എടുത്ത് ഓടി വരുന്നുണ്ട്. മുഖത്ത് നല്ല കരച്ചിലുള്ളത്. രണ്ടാക്കും മധുരമൊക്കെ കുറച്ച് സെറ്റാക്കി ഒരു കരച്ചിലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയായി. മൂപ്പര് ഹാപ്പി ആയിട്ടുണ്ട്.
അപ്പോൾ ബാക്കി വിശേഷങ്ങളും കഥകളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. Thanks for watching Savani's Tiny World. Visit again soon.